ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതി തൻ്റെ കാണാതായ മകൻ ഋഷിയെ തിരഞ്ഞ് പ്രഭാവതിയുടെ വീട്ടിലേക്ക് വരുന്നു. പ്രഭാവതിയും കുടുംബവും ചേർന്ന് ഋഷിയെ കൊലപ്പെടുത്തിയെന്ന് അരുന്ധതി ഉറച്ചു വിശ്വസിക്കുന്നു. പ്രഭാവതിയുടെ വീട്ടിലേക്ക് അരുന്ധതി എത്തുന്നു. അരുന്ധതി പെട്ടെന്ന് കയറി വരുന്നത് കണ്ട് പ്രഭാവതി ആകെ ഭയന്നു പോകുന്നു. അവർ ഋഷിയെ കൊന്ന കാര്യങ്ങളോർത്ത് പേടിക്കുന്നു. പ്രഭാവതി പെട്ടെന്ന് മാന്യത നടിച്ചുകൊണ്ട് അരുന്ധതിയോട് വിശേഷങ്ങൾ ചോദിക്കുകയും ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അരുന്ധതി ദേഷ്യത്തോടെ ചോദിക്കുന്നു, എല്ലാവരും സുഖമായിരിക്കുന്നു, പക്ഷേ ഋഷിയുടെ കാര്യം എന്തായി എന്ന് പ്രഭാവതി എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എൻ്റെ ഋഷിയെ നിങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് എനിക്കറിയാം. പ്രധാനമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞ് ഒരു ജഡ്ജി ഇവിടെ വന്നിരുന്നുവെന്നും തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്നും അരുന്ധതി വ്യക്തമാക്കുന്നു. അങ്ങനെ ഈ സമയം ദേവിക അങ്ങോട്ട് വരുന്നു. എല്ലാവരും ചേർന്ന് നല്ലൊരു നാടകം കളിക്കുകയാണെന്നും തൻ്റെ മകൻ എവിടെയെന്ന സത്യം തുറന്നു പറയണമെന്നും അരുന്ധതി ആവശ്യപ്പെടുന്നു. നന്ദൻ ഇവിടെ ഇല്ല എന്ന് പ്രഭാവതി നുണ പറയുമ്പോൾ അവൻ മുകളിലുണ്ടെന്ന് പറഞ്ഞ് ദേവിക അരുന്ധതിയെ നന്ദൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നന്ദനെ കാണുമ്പോൾ അരുന്ധതി അലറി വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, എൻ്റെ മോനെ, നീ എന്ത് ചെയ്തു? നിന്റെ അമ്മയെ അപമാനിച്ചതിൻ്റെ പക തീർക്കാൻ നീ അവനെ കൊന്നുകളഞ്ഞോ? എനിക്ക് എൻ്റെ മോനെ ജീവനോടെ വേണം. എന്നാൽ വാതിൽക്കൽ നിൽക്കുന്ന ദേവിക ഒന്നും പറയരുതെന്ന് കണ്ണുകൊണ്ട് നന്ദന് സൂചന നൽകുന്നു. ദേവികയുടെ ആംഗ്യം കണ്ട് നന്ദൻ തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് കൈകൂപ്പി അരുന്ധതിയുടെ മുന്നിൽ നിൽക്കുന്നു. എല്ലാവരും അഭിനയിക്കുകയാണെന്ന് പറഞ്ഞ് അരുന്ധതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. താഴേക്ക് വന്ന അരുന്ധതി പ്രഭാവതിയോട് തൻ്റെ ഏക മകനെ ഓർത്ത് പൊട്ടിക്കരയുന്നു. തൻ്റെ മകൻ്റെ ഭൂതകാലം തകർത്തത് പ്രഭാവതിയാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. നിന്റെ 2 മക്കളും വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നു. അതുകൊണ്ട് നിനക്ക് മറ്റുള്ളവരുടെ വിഷമം അറിയില്ല. പക്ഷേ ഒന്നോർത്തോ, നിങ്ങളാരും ഇനി സമാധാനത്തോടെ ജീവിക്കില്ല. ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ ഈ കണ്ണുകൊണ്ട് കാണും എന്ന് ശാപവാക്കുകൾ പറഞ്ഞ് അരുന്ധതി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അരുന്ധതിയുടെ ഈ വാക്കുകൾ കേട്ട് പ്രഭാവതി ആകെ തകർന്നു പോകുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.